സുഹൃത്തുക്കൾക്കും റിവേഴ്സ് ഗിയറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മുടെ വണ്ടി എങ്ങനെ നമുക്ക് പുത്തൻ പോലെ ആക്കാം. അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് എഞ്ചിൻ ബഫിംഗ്, വാഷിംഗ് ആൻഡ് പോളിഷിംഗ്. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് കിടക്കാം. റോയൽ എൻഫീൽഡിൻ്റെ എഞ്ചിന് തന്നെ പ്രധാന പ്രശ്നമാണ് ഈ എഞ്ചിൻ്റെ കേസ്, അലുമിനിയം പാർട്ട് മങ്ങിപ്പോല്. അപ്പോൾ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ സിമ്പിളായിട്ട് ഇത് കണ്ണാടി പോലെ ബഫ് ചെയ്ത് തിളക്കിയെടുക്കാം. അപ്പോൾ അതാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത്. അടുത്തായിട്ട് ഇതിന് വേണ്ട സാധനങ്ങൾ എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഒരു സാൻഡർ, അത് നമുക്ക് ടൂൾസ് വെക്കണ കടയിൽ കിട്ടും, നിസ്സാര വാടകയേ ഉള്ളൂ. ഇനി അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ഫെൽറ്റ് ഡിസ്ക്കാണ്. അത് നമുക്ക് ഹാർഡ്വെയർ ഷോപ്പിലൊക്കെ മേടിക്കാൻ കിട്ടും. അത്യാവശ്യം ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണ് എടുത്തേക്കണേ. നോർട്ടൻ്റെ അത്യാവശ്യം ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണ് എടുത്തേക്കണേ. പിന്നെ അടുത്തായിട്ട് നമുക്ക് വേണ്ടത് സ്റ്റെയിൻലെസ് സ്റ്റീല് പോളിഷ് ചെയ്യാൻ ഉപയോഗിക്കണ സോപ്പ്, ബഫിംഗ് സോപ്പ്. ഇതും നമുക്ക് ഹാർഡ്വെയർ ഷോപ്പിലൊക്കെ മേടിക്കാൻ കിട്ടും. ഇത് മൂന്നാണ് നമുക്കിപ്പോൾ വേണ്ടത്. അടുത്തായിട്ട് നമുക്ക് ഈ ബഫിംഗ് സോപ്പ് ഇങ്ങനെ ചിരണ്ടി എടുക്കാം. നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കുറച്ച് മണ്ണെണ്ണ ആഡ് ചെയ്തൊരു പേസ്റ്റ് പരുവത്തിലാക്കി എടുക്കണം. നമ്മൾ ഈ പേസ്റ്റ് ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഈ ക്രോം പാർട്സിലൊക്കെ അങ്ങോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഈ പേസ്റ്റ് ഇങ്ങനെ ക്രോം പാർട്സിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. പരത്തി വെച്ചിട്ട് കുറച്ച് നേരമായി. പിന്നെ നമുക്ക് ബഫ് ചെയ്ത് തുടങ്ങാം. നമുക്ക് സാൻഡർ ഓൺ ചെയ്ത് സാൻഡർ ഓടിക്കാൻ പോയാണ്. വണ്ടി നമ്മൾ ബഫ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ അംശങ്ങളൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വണ്ടി നല്ലപോലെ വാഷ് ചെയ്തെടുക്കാം. വണ്ടിയുടെ എഞ്ചിൻ ബഫ് ചെയ്ത് കഴിഞ്ഞു. വണ്ടി നല്ലപോലെ വാഷും ചെയ്തു. അടുത്തായിട്ട് ഇനി നമ്മൾ 3M വാക്സ് ഉപയോഗിച്ച് വണ്ടി മൊത്തത്തിലൊന്ന് പോളിഷ് ചെയ്യാൻ പറ്റും. അടുത്തായിട്ട് നമ്മളൊരു മൈക്രോ ഫാബ്രിക് ക്ലോത്ത് എടുത്തു. അതിനകത്ത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് വാക്സ് അപ്ലൈ ചെയ്യാം. അത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങൾ കമന്റ് ബോക്സിൽ ചോദിക്കാം. അപ്പോൾ ഈ വീഡിയോ മറക്കാതെ കൂട്ടുകാരുടെ ഇടയിലേക്ക് ഷെയർ ചെയ്യുക. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു കിട്ടുന്ന വീഡിയോ കാണുന്നതായിരിക്കും. എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ.